നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലപ്പിള്ളിക്കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. ദേശീയപാത 66ന്റെയും കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് വ്യാപാരികൾ. നിർമ്മാണം നടത്തുന്ന ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യ മെമു സർവീസിന് തുടക്കമായി. നിരവധി ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷനായി മെമു സർവീസ് മാറുമെന്ന പ്രതീക്ഷ. കൊടുങ്ങല്ലൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനാണ് പിടിയിലായത്. വിശദാംശങ്ങളിലേക്ക്. പാലപ്പിള്ളിക്കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. 2 ദിവസം മുൻപ് ചിമിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടു. എറണാകുളം ജില്ലയിലെ പറയാൻപാറ പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. ഇതിനെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പ്ലാന്റേഷൻ തൊഴിലാളികളെത്തി എണ്ണപ്പന മുറിച്ചുമാറ്റി. ദേശീയപാത 66ന്റെയും കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും റോഡ് നിർമ്മാണം മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ദേശീയപാത 66ന്റെ കൊടുങ്ങല്ലൂർ റീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ റോഡ് കൃത്യമായി ടാർ ചെയ്യാതെയും ഡിവൈഡറുകളും സൈൻ ബോർഡുകളും സ്ഥാപിക്കാതെയും അപകടകരമായ രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ അപകട ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ, സെക്രട്ടറി TK ഷാജി, KJ ശ്രീജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നയിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്ക് അപകടമൊഴിവായി. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിലാണ് സർവീസ് റോഡിലേക്ക് സ്ലാബ് വീണത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷ ഇല്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ എടക്കടിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യ മെമു സർവീസിന് തുടക്കമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. VK ശ്രീകണ്ഠൻ MP, മമ്മിക്കുട്ടി MLA, മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ദീർഘദൂര ട്രെയിനുകൾക്കും കണക്ഷനായി ഈ ട്രെയിൻ മാറും. രാത്രി 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10:05 നിലമ്പൂരിലെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് 4:55 ഷൊർണൂരിലെത്തും. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ട്രെയിൻ പുറപ്പെടണം, നമ്മുടെ മന്ത്രിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഒരു കാര്യം, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് റെയിൽവേ. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് പശ്ചിമബംഗാൾ സ്വദേശി ഗൗതം സർക്കാരിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മറ്റം എളവള്ളി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ വൈശാഖ് ഉണ്ണികൃഷ്ണനാണ് റിമാൻഡിലായത്. 2024 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്ത്രീയെ വിവാഹം ചെയ്ത് സ്ത്രീയുടെ മുൻ വിവാഹത്തിലുണ്ടായ കുട്ടികളെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ബലമായി ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു. പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നുവെങ്കിലും കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ തൃശൂർ ഈസ്റ്റ് പോലീസാണ് പിടികൂടിയത്. ഇടവേള. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. ഹോൺ അടിച്ചതിലുള്ള വിരോധത്താൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഊരകത്ത് വെച്ച് ഓട്ടോ ഡ്രൈവറായ ഊരകം കിസാൻ കോർണറിൽ മരത്തുവളപ്പിൽ വീട്ടിൽ രാമചന്ദ്രനെയാണ് ഹോൺ അടിച്ചതിൽ വിരോധം പുലർത്തി പ്രതികൾ മർദ്ദിച്ചത്. സംഭവത്തിൽ ഊരകം മാവിൻചൂട് മാക്കോത്ത് വീട്ടിൽ അജിൽ, കാളത്തോട് പൊറ്റേക്കാട്ട് വീട്ടിൽ നയൻകൃഷ്ണ എന്നിവരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അജിൽ 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നയൻകൃഷ്ണ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച കേസിലെ പ്രതിയാണ്. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലക്കേപ്പറമ്പ് പറക്കാട് കനാൽ വലവിന് സമീപത്താണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിലിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2ാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെടുത്തത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് MA യൂസഫ് അലി പറഞ്ഞു. ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ ആചരിക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം കുറിച്ച് മിലാദ് വിളംബര റാലി നടത്തി. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ MICയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സബീൽ തങ്ങൾ പന്നിത്തടം, ജില്ലാ സെക്രട്ടറി PP മുസ്തഫ മൗലവിക്ക് പതാക കൈമാറി. പാണക്കാട് സാബിക്കലി തങ്ങൾ, കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി, ചെങ്ങമനാട് ട്രഷറർ TS മുബാറക്, സെക്രട്ടറിമാരായ മുജീബ് റഹ്മാൻ വാഗ, TI അബ്ദുൽ കരീം മാമ്പ്ര, KK സുലൈമാൻ ദാരിമി കടവല്ലൂർ, ഉസ്മാൻ ദാരിമി, അബ്ദുൽ നാസർ ഫൈസി കരൂപ്പടന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി.
പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കത്തിക്കുത്തും അറസ്റ്റും. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിലാണ് സംഭവം. അയൽവാസികളായ നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനും തൊടാത്ര വീട്ടിൽ ജിബിനും തമ്മിൽ ചെറിയൊരു തർക്കം. സെബാസ്റ്റ്യൻ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായയുമുണ്ട്. ജിബിന്റെ നായയുടെ മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. പൂച്ചയെ കണ്ടതോടെ നായ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് നായയുടെ അടുത്തേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജിബിൻ ചികിത്സ തേടി. പ്രതിയായ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ KG സജിൽ, CPO-മാരായ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മായന്നൂർ പാലത്തിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. കൊണ്ടാഴി പഞ്ചായത്തും ഒറ്റപ്പാലം നഗരസഭയുമാണ് തെരുവുവിളക്കുകൾ പരിപാലിക്കേണ്ടത്. എന്നാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ മാസങ്ങളായി രണ്ട് സൈഡിലുമുള്ള തെരുവുവിളക്ക് കത്തുന്നില്ല. രാത്രികാലങ്ങളിൽ മയക്കുമരുന്നിന്റെ വിൽപ്പനയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അവിടെ നടക്കുന്നു. കഴിഞ്ഞ ഭരണസമിതി സ്ഥാപിച്ചതായിരുന്ന ആ ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിട്ടും വർഷങ്ങളായി. ഇതെല്ലാം പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തികഞ്ഞ അവഗണനയാണ് പഞ്ചായത്തിന്റെ മെമ്പർമാരായാലും ഉദ്യോഗസ്ഥരായാലും അതിനോട് കാണിക്കുന്നത്. ഇപ്പം മായന്നൂർ പാലത്തിൽ രണ്ട് സൈഡിലും കത്തുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന ഒരു സൈഡിൽ ഒട്ടും കുറേ കാലങ്ങളായിട്ട് കത്തുന്നില്ല. മിനിമാസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്രദേശങ്ങളിലൊന്നും കത്തുന്നില്ല. പൊട്ടിഘോഷിക്കപ്പെട്ട ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ പലതും കംപ്ലൈൻ്റ് ആണ്. പല സ്ഥലങ്ങളിലും ഒട്ടും കത്തുന്നില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് പഞ്ചായത്ത് ചെയ്തിട്ടാണ് DPCയുടെ ജില്ലാ പ്ലാനിംഗ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ടെൻഡർ വെച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയും ഭരണസമിതിയുടെ ശ്രദ്ധയിലും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലും വരേണ്ടതാണ്. അത്തം വെളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറും. മറുനാടൻ പൂക്കളുടെ കുത്തൊഴുക്കിലും നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത ഒരു വനിതാ കർഷകയെ പരിചയപ്പെടാം. കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകൾ സുമയയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി സ്വന്തമാക്കിയത്. കാർത്യാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നു. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് സുമയ്യ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂകൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. TCV ന്യൂസ്, കയ്പമംഗലം. വിസ കാലാവധി കഴിഞ്ഞ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം പഞ്ചായത്തിൽ താമസിച്ചിരുന്ന ചന്ദ്രാവതി എന്ന ശ്രീലങ്കൻ വനിതയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിക്കാട് സ്വദേശിയായ കാവുങ്ങൽ വീട്ടിൽ സ്റ്റാൻലി എന്നയാളുമായി വിവാഹിതരായ ഇവർ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാടുള്ള വീട്ടിൽ 2012 മുതൽ താമസിച്ചു വരുന്നതാണ്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് വിധി. ഒന്നാം പ്രതിയായ കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ ജെറീഷിനെയാണ് ശിക്ഷിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2019 ഒക്ടോബർ 1 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. ചാഴൂർ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ഹെർബർട്ട് കനാലിന് സമീപം സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 30 LED ലൈറ്റിംഗ് സിസ്റ്റമാണ് സ്ഥാപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വാർഡ് അംഗം രമ്യ ഗോപിനാഥ്, മുൻ പഞ്ചായത്ത് അംഗം EC രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
കുന്നംകുളം പെങ്ങാമുക്കിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായി സ്ഥാപിച്ച CCTV ക്യാമറയെ മറച്ച് പാഴ്ചെടികൾ വളർന്നു. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് റോഡിന് സമീപം അധികൃതർ സ്ഥാപിച്ച ക്യാമറയാണ് പാഴ്ചെടി മൂടിയത്. ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെയാണ് റോഡരികിൽ ക്യാമറ സ്ഥാപിച്ചത്. പിന്നീട് ക്യാമറ സ്ഥാപിച്ചതിന്റെ സമീപം മാലിന്യങ്ങൾ തള്ളുന്നത് കുറഞ്ഞിരുന്നു. വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കൂട്ടങ്ങളും കൂടി തന്നെ 27 വർഷം പിന്നെ ശംഷാബാദ് ബിഷപ്പും ആദിലാബാദ് രൂപത അഡ്മിനിസ്ട്രേറ്ററുമായ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടന് ഗുരുവായൂർ കാവീട് ഇടവകയിൽ സ്വീകരണം നൽകി. ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ചു. ആദിലാബാദ് രൂപതയിലെ ദേവാലയ നിർമ്മാണത്തിനായി കാവീട് ഇടവകയിൽ നിന്നും സ്വരൂപിച്ച 13 ലക്ഷം രൂപയുടെ ചെക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് നിലങ്കാവിൽ കൈമാറി. ട്രസ്റ്റിമാരായ CG റാഫേൽ, നിതിൻ പാലത്തിങ്കൽ, സണ്ണി ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കോടതിയിലെത്തുന്നവർ ഒരു മുക്കാലി കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചരിത്രം പേറുന്ന ഈ മുക്കാലിക്ക്. കുറ്റം ചെയ്തവരെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു. പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല. പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നു ഇതെന്നാണ് അറിവ്. എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത്. ഒരു പഴയ കാലത്തെ കോടതിയുടെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം. ദീർഘകാലത്തെ ചരിത്രമൊന്നും ആർക്കും അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത്, എന്നാണ് അത് കൊണ്ടിട്ടത്, ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധിയുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് അടുത്തൂൺ പറ്റിയ ഈ മുക്കാലി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്.
നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏകദിന ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് അനിത കുന്നത്ത് കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. NMC ജില്ലാ പ്രസിഡന്റ് അനിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി, അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത്, അഡ്വക്കേറ്റ് എൽസ യു അമ്രയിൻ, VM നയന തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRT എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം IK വിഷ്ണുദാസ്, KK ഷിജു, G നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പരാതി ലഭിച്ച് 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബാഗ് കണ്ടെത്തി ഉടമയ്ക്ക് കൈമാറി. മാളയിൽ നിന്നും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓട്ടോ യാത്രക്കിടയിൽ വർക്കല സ്വദേശിനി മൈഥിലിയുടെ 10,000-ൽ താഴെ പണവും ആധാർ കാർഡ്, മൊബൈൽ ഫോൺ, മറ്റു പല രേഖകളും അടങ്ങിയ ബാഗ് നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് മൈഥിലി മാള സ്റ്റേഷനിൽ പരാതി നൽകി. അന്വേഷണത്തിനിടെ പുത്തൂർ സ്വദേശി ഗൗതം സുനിൽ റോഡിൽ നിന്നും ബാഗ് കിട്ടിയതായി പോലീസിനെ അറിയിച്ചു. മാള സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് ബാഗ് കൈമാറി. ഗുരുവായൂരിൽ 500ഓളം ഗായകരും 30ഓളം നർത്തകരും ഒത്തുചേർന്ന് സമ്പൂർണ്ണ അഷ്ടപതി മഹാസമർപ്പണം നടത്തി. ഷൺമുഖപ്രിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. K മനോഹരൻ, VS സുനീവ്, മഹേഷ് അയ്യർ എന്നിവർ സംസാരിച്ചു. അനുരാധ മഹേഷിന്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിലാണ് അഷ്ടപതി സമർപ്പണം നടത്തിയത്. അനുപമ വർമ്മയും ശിഷ്യരും നാട്യാർപ്പണത്തിന് നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരം സ്മരണിക കാളിച്ചക്രയുടെ പ്രകാശന കർമ്മം നടന്നു. ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോക്ടർ PS മോഹൻദാസ്, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണം സംഘടിപ്പിച്ചു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി KL അധ്യക്ഷത വഹിച്ചു. AJ ജോഷി, ജോഷി കൊമ്പൻ, ജോയ് AJ, ഷിബു EA തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സമ്മേളനം ചാട്ടുകുളത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ, ഏരിയ സെക്രട്ടറി അബൂബക്കർ മേലയിൽ, ശാലിനി രാമകൃഷ്ണൻ, മോഹൻദാസ് ഏലത്തൂർ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ ഉൽപാദനം തുടങ്ങിയപ്പോഴാണ്. കടങ്ങോട് സേവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് കൊടിയേറി. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി രക്ഷാധികാരി PS പ്രസാദ് അധ്യക്ഷനായി. CV സുഭാഷ്, PB വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 6 വരെ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയമായി വർഗീയവൽക്കരിക്കാനൊക്കെ എന്താ പറയുക, മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാതൃകാ നേന്ത്രവാഴത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടത്തി. തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. മാതൃകാ നേന്ത്രവാഴ കർഷകൻ ബാബു മങ്ങാട്, ഹൈടെക് വാഴ കർഷകൻ രാജനാരായണൻ എന്നിവരെ ആദരിച്ചു. തൃശൂർ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ, CB ദീപ, ഡോക്ടർ ഗവാസ് രാജേഷ്, മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയെ പരിരക്ഷിക്കാനാവശ്യമാകുന്ന
പുതിയ ഇടപെടേണ്ട കാലത്ത് കൃഷിയെ ലാഭകരമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന പൂർണ്ണമായും അതിനെ അധ്വാനിക്കാൻ കഴിയുന്ന CPM വെങ്കടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി തുടങ്ങി. CPM ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. EV പ്രവീഷ്, TI സുരേഷ്, PV അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി INTUC ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റും ധനസഹായവും വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, യൂണിയൻ സെക്രട്ടറി MC ഐജു, MM സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയ പോലെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ രാമൂലിയൊക്കെ നടത്തി നമ്മളെ പറ്റിക്കൊണ്ട് എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും. ചാലിശ്ശേരി സ്വദേശി PJ പ്രജോഷിന് യുവ വാദ്യപ്രതിഭാ പുരസ്കാരം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ചെണ്ടയുടെ താളത്തിനൊപ്പമാണ് ഈ കലാകാരന്റെ ജീവിതം. കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി യുവവാദ്യ പ്രതിഭാ പുരസ്കാരമാണ് പ്രജോഷിന് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രവാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു. 12ാം വയസ്സിൽ മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളുതുരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ടപഠനം ആരംഭിച്ചത്. തൃപ്പങ്ങോട് പരമേശ്വരമാരാർ, ഇരിങ്ങപ്പുറം ബാബു എന്നിവരും മേളത്തിന്റെ പാഠങ്ങൾ പകർന്നു. 25 വർഷമായി ചെണ്ടയുടെ താളങ്ങളിലാണ് തന്റെ ജീവിതമെന്ന് പ്രജോഷ് പറയുന്നു. എരുമോട് ഹൈസ്കൂൾ പഞ്ചായത്ത് സംഘത്തിൽ സിമലയും പഠിക്കാൻ തുടങ്ങി. ഇത് രണ്ടിലും കലോത്സവങ്ങളാണ് തുടങ്ങിയത്. ചെണ്ടമേളത്തിലും അതുപോലെ പഞ്ചായത്തിലൊക്കെ ഫസ്റ്റ് ഗ്രേഡും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങോട്ട് സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ അമ്പലത്തിൽ പോക്ക് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ചുറ്റുവിളക്കിൻ്റെ മേളവും തായമ്പിയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കൊട്ടിനോടുള്ളൊരു കമ്പം തുടങ്ങിയത്. ഇതുവരെ 50-ൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്ന് ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ഈ 37കാരൻ താളവിസ്മയമൊരുക്കി. ഇനിയും മേളപ്പെരുക്കത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രജോഷൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ചാലിശ്ശേരി ഗ്രാമം. TCV ന്യൂസ്, കുന്നംകുളം. പർപ്പൂർ സെന്റ് ജോൺ നെബിംസാൻ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ റോസ പുണ്യവതിയുടെ മരണത്തിരുനാൾ ആചരിച്ചു. ഫാദർ പോൾ കള്ളിക്കാടൻ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് ഇടവകയിലെ റോസ നാമധാരികളെ റോസാപ്പൂ നൽകി ആദരിച്ചു. മരണത്തിരുനാളിന് വികാരി ഫാദർ സെബി പുത്തൂർ, അസിസ്റ്റന്റ് വികാരി ക്രിസ്റ്റോ മഞ്ഞള എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തി ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. മേള തിങ്കളാഴ്ച NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, കൌൺസിലർമാരായ അബ്ദുൾ റഷീദ്, പ്രസന്ന രണദേവെ, മുഹമ്മദ് അൻവർ, ബുഷ്റ ലത്തീഫ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം ചാവക്കാട് മേഖലാ സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KR മോഹനൻ അധ്യക്ഷത വഹിച്ചു. VV ഷെരീഫ്, MR രാധാകൃഷ്ണൻ, AH അക്ബർ, PS അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1987-88 10ാം ക്ലാസ്സിലെ ബാച്ചിന്റെ 7ാമത് കുടുംബസംഗമവും അനുമോദന സദസ്സും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് AS രവീന്ദ്രൻ അധ്യക്ഷനായി. മേജർ KP ജോസഫ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, OSA സെക്രട്ടറി KA ഫരീദ് അലി, മാധ്യമപ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ള അഖില കേരള ധീവരസഭ ചന്ദ്രാഭിന്നി കരയോഗത്തിന്റെ പൊതുയോഗം ചേർന്നു. ചാമക്കാല ഹൈസ്കൂളിൽ നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് MB വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, മണി കാവുങ്ങൽ, KB തമ്പി, ഷീല ശാന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
അപ്പോൾ ധീവരസഭയുടെ ചരിത്രം ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മളിങ്ങനെ കൂടുകയും തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിമ്പ്രം ഹൈസ്കൂളിലെ 1987-88 ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാറിനെ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ND വേണു അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, K ശ്രീധരൻ, ബിജോയ് ഭഗവതി പറമ്പിൽ, NP പ്രജോദ്, ബിന്ദു മുരളി, സജ്ജന തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാരും ആരോഗ്യ മേഖലയിലുള്ള ജൂനിയർ എച്ച്ഐമാരും ജൂനിയർ നഴ്സുമാരും ഒക്കെ വന്ന് ഒരു ശൈലി സ്ക്രീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആധാർ കാർഡ് ഉൾപ്പെടെ ചോദിച്ച് ചിലപ്പോൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളെ വീടുകളിൽ വന്നിട്ട് എന്തെങ്കിലും പ്രഷർ ഉണ്ടോ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ട്രാൻസ്ഫോർമറിന്റെ ഫെൻസിംഗിൽ കുടുങ്ങിയ നായയെ നാട്ടുകാർ രക്ഷിച്ചു. വെറ്റിലപ്പാറ മുണ്ടൻമാണിയിലെ ട്രാൻസ്ഫോർമർ സുരക്ഷാ കവചത്തിനകത്താണ് തെരുവ് നായ അകപ്പെട്ടത്. പിന്നീട് ഫെൻസിംഗിന്റെ ഡോർ തുറന്ന് നായയെ രക്ഷിക്കുകയായിരുന്നു. വാണിജ്യം. നൂറ്റാണ്ടിലേറെ കാലത്തെ ബിസിനസ് പാരമ്പര്യ പൈതൃകവുമായി സാംസ്കാരിക നഗരിയുടെ വിശ്വസ്ത സ്ഥാപനമായി മാറിയ ചിറക്കിയക്കാരൻ ആംബിയൻസിന്റെ ഏറ്റവും പുതിയ മെഗാ ഷോറൂം തൃശൂർ പാടൂക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പാരമ്പര്യവും പ്രൗഢിയും അടയാളപ്പെടുത്തി തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വിയൂർ സബ് ജയിലിനു സമീപം പാടൂക്കാട് പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ രണ്ടാമത്തെ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളായ തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനും ചിറക്കേക്കാരൻ കുടുംബാംഗവുമായ ജെയ്ക്സ് ബിജോയിയും സിനി ആർട്ടിസ്റ്റ് ദിലീപ് മേനോനും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ചിറക്കേക്കാരൻ ആംബിയൻസ് പ്രൊപ്പറേറ്റർ സിൻഡോ ജോയ്, മാനേജിംഗ് ഡയറക്ടർ ജോയ്സ് സിൻഡോ, ചിറക്കേക്കാരൻ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ബിസിനസ് പ്രമുഖർ, സുഹൃത്തുക്കൾ, ജീവനക്കാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദ്യ വിൽപ്പന ജെയ്ക്സ് ബിജോയിയും ദിലീപ് മേനോനും ചേർന്ന് നടത്തി. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 3 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിൽ ഗോദ്രേജ്, ബോസ്, ഡോർസെറ്റ്, ബെസ്വുഡ്, പ്രാഡോ, ഡെൻവുഡ്, എപ്കോ ലൈഫ് സ്മാർട്ട്, പ്രോക്സിമ, തോംസൺ മൾട്ടിവുഡ്, മെറീനോ, നാമി, ഡിമാക്, ഓംനി തുടങ്ങി പുതിയൊരു ഭവനത്തിനാവശ്യമായ ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലവും കമനീയവുമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7025453078 9447615308. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലപ്പിള്ളിക്കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളുടെ ഭീതിയിൽ പ്രദേശവാസികൾ. ദേശീയപാത 66-ന്റെയും കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് വ്യാപാരികൾ. നിർമ്മാണം നടത്തുന്ന ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യ മെമു സർവീസിന് തുടക്കമായി. നിരവധി ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷനായി മെമു സർവീസ് മാറുമെന്ന പ്രതീക്ഷ. കൊടുങ്ങല്ലൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരനാണ് പിടിയിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.